ഹലോ, ഇന്ന് നമുക്ക് കേംബ്രിഡ്ജ് പോകാം. കേംബ്രിഡ്ജ് നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഓർക്കുമ്പോഴും ആദ്യം വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് ആണ്. പക്ഷേ സിറ്റി എത്തിയുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പോയത് ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന ഒരു പബ്ബിലാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ കേംബ്രിഡ്ജ് ഫസ്റ്റ് ഫിഷ് ആൻഡ് ചിപ്സ് പ്ലേസ്. പക്ഷേ ഫിഷ് ആൻഡ് ചിപ്സ് ഇഷ്ടമല്ലാത്ത ഞാൻ കഴിച്ചത് ഷെപ്പേർഡ്സ് പൈ ആൻഡ് മഷി പീസ് ആണ്. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം ട്രൈയിങ് ഇറ്റ് ആൻഡ് ഐ ലോക്കി ലൈക്ഡ് ഇറ്റ്. And do you know this town is also Britain's cycling capital? ഒരുപാട് സൈക്ലിസ്റ്റിനെ കാണാം. പക്ഷേ ദിസ് ടൗൺ ഇസ് സൂപ്പർ ഐക്കോണിക് ഫോർ ദിസ് ഹോൾ പണ്ടിങ് എക്സ്പീരിയൻസ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ മെയിൻ അജണ്ടയും അത് തന്നെയായിരുന്നു. അവിടെ 1-2 പണ്ടിങ് കമ്പനീസ് ഉണ്ട്. നമ്മൾ സ്ക്യൂഡമോ എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ് എടുത്തത്. ഐ തിങ്ക് ഇറ്റ് കോസ്റ്റഡ് us around £30 per person. But yeah, let me be the punter for your journey today and experience the whole Cambridge Riverside with me. ടാക്സിൻ്റെ കാര്യത്തിൽ വളരെയധികം പോപ്പുലറായി UK-യിൽ ഒരു വിചിത്രമായ ടാക്സ് പണ്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് കോൾഡ് വിൻഡോ ടാക്സ്. ഇപ്പോൾ 1700s to mid-1800s വരെ വീടുകളിൽ ടാക്സ് കൊടുക്കണം ഫോർ ദ നമ്പർ ഓഫ് വിൻഡോസ് ദേ ഹാഡ്. എന്ന് വെച്ചാൽ സൺലൈറ്റ് വീട്ടിൽ എൻ്റർ ചെയ്യുന്നതിന്. അതുകൊണ്ട് തന്നെ പലരും വിൻഡോസ് അടച്ച് വുഡൊക്കെ വെച്ച് അടക്കി വരുന്നു സോ ദാറ്റ് ദേ ഡോണ്ട് ഹാവ് ടു പേ ടാക്സ്. എന്ന് ഹ്യൂമനല്ലേ ഇവർ പറയരുത്, പക്ഷേ ദിസ് ഡസൻറ്റ് സീം റൈറ്റ് അറ്റ് ഓൾ. ഒരു ലക്ഷറി ടാക്സ് ആയിരുന്നു എന്ന് പോലും. ആൻഡ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ബ്രിഡ്ജ് ഇസ് കോൾഡ് ബ്രിഡ്ജ് ഓഫ് സൈസ്. ഇത് സെൻറ്റ് ജോൺസ് കോളേജിൻ്റെ ഒരു ഭാഗമാണ്, വിച്ച് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ്. സോ ഈ യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് എന്നാൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി പോലെ. ഇപ്പം കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ കോളേജസ് ഉണ്ടല്ലോ. അങ്ങനെയാണ് ഈ സെൻറ്റ് ജോൺസ് കോളേജ്. ഐ think there are a lot more. Magdalen College and all of them fall in that. I'm not sure. Yeah, I just found 31 colleges under University of Cambridge and under, and most of them have been founded 14th century found the colleges are majority of them in the parida. No wonder why the city has so much prestige in academia. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് Wren Library and it's part of the Trinity College. ഐ തിങ്ക് നമ്മൾ ഏതൊക്കെയോ ടെസ്റ്റുകളൊക്കെ നാട്ടിലെഴുതുമ്പം നമ്മൾ 10th പഠിക്കുന്ന സമയത്ത് നമ്മുടെ ലിസണിങ് ടെസ്റ്റൊക്കെ ട്രിനിറ്റി കോളേജിൻ്റെ സിലബസ് എന്തായിരുന്നു. ഐ ഡോണ്ട് നോ, CBSE പഠിച്ചവർക്കാണോ? ഞാൻ CBSE ആയിരുന്നു. നിങ്ങൾ CBSE ആയിരുന്നു. അപ്പം ഓൾസോ ഈ പണ്ടിങ് നടക്കുന്നത് റിവർ ക്യാമിലാണ്. ആൻഡ് നമ്മൾ പണ്ട് ചെയ്യുമ്പോൾ കാണുന്നത് മൊത്തം ഈ യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് സൈഡാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന പള്ളി ഇസ് കിങ്സ് കോളേജിൻ്റെ ചാപ്പൽ. ഇറ്റ്സ് വൺ ഓഫ് ദ സെൻട്രൽ ലാൻഡ്മാർക്ക് ഓഫ് കേംബ്രിഡ്ജ്. ഇതും 1441 പണിഞ്ഞതാണ്. ഈ ടൗണിൽ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്സും, നമ്മൾ ഈ പണ്ട് ചെയ്യുമ്പോൾ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്സിനും മിനിമം ഒരു 200 വർഷം പഴക്കമുണ്ട്. ഈ ചാപ്പലൊക്കെ 600 വർഷത്തോളം പഴക്കമുണ്ട്. ദാറ്റ് ബ്ലോസ് മൈ മൈൻഡ്. ഇപ്പോഴും എന്ത് നന്നായിട്ടാണ് ഈ ബിൽഡിങ്സൊക്കെ പ്രിസർവ് ചെയ്യുന്നതെന്നുള്ളത്. ആൻഡ് ഇതൊക്കെ പറയുമ്പോൾ ഐ ഹാവ് ടു സേ, ഞാൻ ഈ ഇൻഫർമേഷൻ സോഴ്സ് ചെയ്യുന്നത് ഇപ്പം നെറ്റിൽ നിന്നാണെങ്കിൽ കൂടിയും ഐ ഷുഡ് അപ്രീഷിയേറ്റ് ഞങ്ങളുടെ പണ്ടർ, അഥവാ ഞങ്ങൾ ഷോഫർ ടൂർ എടുത്തത്. സോ ഈ പണ്ട് ചെയ്യുന്ന ആൾ, നമ്മുടെ ഈ ബോട്ട് റോ ചെയ്യുന്ന ആൾ, റോയിങ് എന്നല്ല പണ്ടിങ് എന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വലിക്കുന്ന സംഭവം അല്ലേ. അപ്പോൾ പുള്ളി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഹീസ് ബിക്കോസ് എ വെരി യങ് ലാഡ്. ഞാൻ പേര് മറന്നുപോയി. ബട്ട് യാ, ഷൗട്ട് ഔട്ട് ടു ദാറ്റ് ഗൈ ആൻഡ് താങ്ക് യു. ഈ ബിൽഡിങ്ങും കിങ്സ് കോളേജിൻ്റെ തന്നെ ഭാഗമാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ നമ്മൾ ഈ പണ്ട് ചെയ്യുമ്പം 9 ബ്രിഡ്ജുകൾ കാണാം. പലതും ഈ യൂണിവേഴ്സിറ്റീസിനെ കണക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അക്കോമഡേഷൻ കണക്ട് ചെയ്യുന്നതോ ഒക്കെ ആയിരിക്കും. അതുപോലെ ഈ റിവർ ക്യാം പണ്ട് ഒരു മേജർ ട്രേഡിങ് റൂട്ടായിരുന്നു. അപ്പം ഈ ചില ബിൽഡിങ്സിൻ്റെയൊക്കെ താഴെ നമുക്കൊരു ഡോറ് പോലെ കാണാൻ പറ്റും. അപ്പം പണ്ട് റിവർ വഴി സാധനം കൊണ്ടുപോകുമ്പോഴത്തേക്ക് പീപ്പിൾ യൂസ് ടു ബൈ തിങ്സ് ഓൾസോ ഈ റിവറിൽ നിന്ന് തന്നെ. ഓൾസോ നമ്മൾ പണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ഈ സർവീസിൽ. ഒന്നെങ്കിൽ നമുക്ക് ഷോഫേർഡ് പണ്ടിങ് എടുക്കാം, ഞങ്ങൾ ചെയ്ത പോലെ. പക്ഷേ നിങ്ങൾക്കിത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വന്തമായിട്ട് ഒരു ബോട്ട് ഹയർ ചെയ്ത് ചെയ്യാം. ഓ ബൈ ദ വേ, ദിസ് ഇസ് ഐ റിയലി എനിക്ക് ഭയങ്കര അമ്യൂസിങ് ആയിട്ട് തോന്നി. ഈ ബിൽഡിങ് ഒരു 50 റൂംസ് ഉള്ള ഒരു അക്കോമഡേഷനാണ്.
ആൻഡ് ആ 3 വിൻഡോസ് ഇല്ലേ അത് ഒരൊറ്റ മുറിയാണ്. ആൻഡ് ദ ഓൺലി കോസ്റ്റ് ലൈക്ക് £170 per week. I found that relatively cheap. നിങ്ങൾക്ക് എന്താണെന്ന്, കാരണം എൻ്റെ യൂണിയിൽ അതിൻ്റെ ആ ഒരു വിൻഡോയുടെ സ്പേസുള്ള മുറി ജസ്റ്റ് ടു ചാർജ് മീ വേ മോർ. പണ്ട് കഴിഞ്ഞ് വി ഹെഡഡ് സ്ട്രേറ്റ് ടു ഫിറ്റ്സ്ബിലീസ്. ഫിറ്റ്സ്ബിലീസ് ഞാൻ ടിക്ടോക്കിൽ കണ്ടതാണ്. ദാറ്റ് ബേക്കറി ഈസ് സൂപ്പർ ഫേമസ് ഫോർ ചെൽസി ബൺസ്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ദേ വെയർ ഔട്ട് ഓഫ് ഇറ്റ്. സോ ഐ എൻഡഡ് അപ്പ് ബൈയിങ് an ice cream and that flavor was really good. And next time എന്തായാലും ഞാൻ പോകുമ്പോൾ I'm definitely going to try the Chelsea buns and tell you how it is. അത് കഴിഞ്ഞ് we just decided to go on a slow stroll around the city, ഒരു walking tour. പക്ഷേ ഓൾമോസ്റ്റ് 4 o'clock ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ചാപ്പൽസ് ഒരുപാട് സംഭവമൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ബട്ട് യാ, ഞങ്ങളൊരു ബുക്ക് സ്റ്റോറിൽ പോയി. വി സോ സം ലാൻഡ്മാർക്ക് സ്പോട്സ് ആൻഡ് യാ, that's what we did. ഈ കാണുന്ന ആപ്പിൾ ട്രീ അവിടെ നിന്നപ്പം സെറ്റ് ദാറ്റ് ഐസക് ന്യൂട്ടൻ്റെ തലയിൽ വീണ ആപ്പിൾ ഈ ട്രീ എന്നാണ്. പക്ഷേ ഞാൻ പിന്നീട് നെറ്റിൽ കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് ദേ ജസ്റ്റ് ഗ്രാഫ്റ്റഡ്, അന്ന് തലയിൽ വീണ ആപ്പിൾ ട്രീന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവച്ച് വലുതാക്കിയ ഒരു ആപ്പിൾ ട്രീ ആയിരുന്നു അത്. So that's all for today's vlog. If you enjoyed, please do like this video, and if you're new to my channel, don't forget to subscribe. Thank you so much for watching. Bye. അവള് പാനിക് ആയി, നമ്മൾ നോക്കിക്കുന്നുണ്ടാവും. പെർഫോമൻസ് ആൻസൈറ്റി വന്നു. നോക്കണ്ട എങ്ങനെ ഉണ്ടായിരുന്നു പണ്ടിങ്? സൂപ്പറായിരുന്നു. നിങ്ങൾ സിംഗിളാണ്, നിങ്ങൾക്ക് കേംബ്രിഡ്ജിൽ വന്ന് ചുമ്മാ വായി നോക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പണ്ടിങ് ആക്ട് ഇസ് റിയലി ഗ്രേറ്റ്. അവിടെ പണ്ടിങ്ങിന് വേണ്ടി ആളുകൾ എന്തോ പറയുന്നത്, തുഴയുന്ന ആളുടെ ഇംഗ്ലീഷിലൊന്നും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. പണ്ടിങ് ചെയ്യുന്നവരെ എന്തോ പറയുന്നത്, ഈ ബോട്ട് ഇവര് റോ ചെയ്യുമല്ലോ, നിന്നത് കുത്തിയിട്ട് ഇങ്ങനെ വലിക്കുമല്ലേ, അതായിരിക്കണം പണ്ടിങ്. അത് ഡ്രൈവ് ചെയ്യുന്ന, ആ ബോട്ട് ഡ്രൈവ് ചെയ്യുന്ന ആള്, റൈഡ് ചെയ്യുന്ന ആള് എന്ന് വേണേ പറയാല്ലേ. ഓ മൈ ഗോഡ്, ഇതൊരു വായ നോട്ടാ. ഞാൻ സ്ത്രീ പുരുഷൻ വ്യത്യാസം ഇല്ലാതെ ഞാൻ വായ നോക്കും. ശരിയാണല്ലോ, അങ്ങനെ ചടങ്ങുണ്ട്. മഴനീ പോയി ബ്ലോഗർ ലൈഫിലായപ്പോ ഇട്ടോ. Pretty boys. ശരി, അപ്പൊ ടാറ്റ, ബൈ ബൈ.